സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ലീഗിന് ഈ മാസം 9-ന് തുടക്കമാകും. ദമാം വിന്നേഴ്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഡിഫയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 24 ടീമുകൾ തമ്മിലായിരിക്കും മത്സരം. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഡിഫ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ലീഗിന് വെള്ളിയാഴ്ച വിസിൽ മുഴങ്ങും. ഡിഫയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രമുഖരായ 24 ടീമുകൾ പങ്കെടുക്കുന്ന ലീഗ് ടൂർണമെന്റിന് ദമാം വിന്നേഴ്സ് സ്റ്റേഡിയമാണ് വേദിയാവുക. മേളയുടെ ഔദ്യോഗിക കിക്ക് ഓഫ് കായിക സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയോടെ ജനുവരി 16-നായിരിക്കും നടക്കുക. കഴിഞ്ഞ 2 വർഷമായി നടന്നുവരുന്ന ടൂർണമെന്റുകളിലുള്ള ടീമുകളുടെ പോയിന്റിനെ അടിസ്ഥാനമാക്കി 3 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ലീഗ് അടിസ്ഥാനത്തിലാണ് ചാമ്പ്യൻസ് ലീഗ് സംഘടിപ്പിക്കുന്നതെന്ന് ഡിഫ പ്രസിഡന്റും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാനുമായ ഷമീർ കൊടിയത്തൂർ പറഞ്ഞു. 3 ഗ്രൂപ്പുകളിൽ നിന്നുമായി 3 ചാമ്പ്യന്മാരെ ഫൈനൽ മത്സരത്തിലൂടെ നിശ്ചയിക്കും. മെയ് അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ് 45 മത്സരങ്ങളുള്ള ഡിഫ ടൂർണമെന്റ്. എന്നാൽ റമദാനിൽ മത്സരങ്ങൾ ഉണ്ടായിരിക്കില്ല. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിക്കും. ടൂർണമെന്റിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഡിഫ ഭാരവാഹികൾ പറഞ്ഞു. ദമാമിലെ കാൽപന്ത് സംഘാടനത്തിന് ഏകീകൃത വേദി എന്ന രൂപത്തിൽ 2009 ജനുവരി 8-ന് പിറവിക്കൊണ്ട ഡിഫ പ്രശംസനീയമായ പ്രവർത്തനങ്ങളിലൂടെയാണ് 17-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഡിഫ പ്രസിഡന്റ് പറഞ്ഞു. 24 ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിഫയിൽ 1000-ലധികം പ്രൊഫഷണൽ കളിക്കാരുണ്ട്. പ്രവാസികളിൽ കായിക അവബോധം ഉണ്ടാക്കിയെടുക്കുകയും ഫുട്ബോൾ വികാസത്തിനായി നിരവധി പ്രവർത്തന പരിപാടികളും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഡിഫയ്ക്ക് കീഴിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്ന് സംഘാടകരായ മുജീബ് കളത്തിൽ, റഷീദ് മാളിയേക്കൽ, ജുനൈദ് നീലേശ്വരം, ആസിഫ് മേലങ്ങാടി എന്നിവർ പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.